Next, let us look at some of the commands used in val2 for generating a motion of the end effector in a robot. അതായത് റോബോട്ടിൻ്റെ എൻഡ് എഫക്റ്റർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില കമാൻഡ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ ലൊക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ഡിഫൈൻ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ യൂസ് ചെയ്യാവുന്നൊരു കമാൻഡാണ് ലേൺ അല്ലെങ്കിൽ ഹിയർ. സോ വാട്ട് ഡസ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ് ടു ഡിഫൈൻ ദ ഡിസൈർഡ് പോയിന്റ് P1 ആൻഡ് റെക്കോർഡ് ദാറ്റ് ഇൻ ടു മെമ്മറി. അപ്പോൾ ഈ ലേൺ P1 നേരത്തെ ഞാൻ പറഞ്ഞ ഡിഫൈൻ P1 പകരം വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ഡിഫൈൻ P1 പകരം ഇവിടെ നമുക്ക് ലേൺ P1 ഇസ് ഈക്വൽ ടു ഈ ബ്രാക്കറ്റിലിട്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അതേപോലെ എഴുതാം. ഓക്കെ, സോ ഡിഫൈൻ അല്ലെങ്കിൽ ലേൺ യൂസ് ചെയ്യാം. നെക്സ്റ്റ് മേജർ കമാൻഡ് ഇസ് മൂവ്. സോ മൂവ് മീൻസ് നമ്മുടെ എൻഡ് എഫക്റ്റർ ഇപ്പോൾ കറൻറ്റ് ഏത് ലൊക്കേഷനിലാണെങ്കിലും അതിനെ P1 എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പോയിന്റിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇറ്റ് കോസസ് ദ റോബോട്ട് ടു മൂവ് ബൈ എ ജോയിൻറ്റ് ഇൻ്റർപോലേറ്റഡ് മോഷൻ ഫ്രം ഇറ്റ്സ് കറൻറ്റ് പൊസിഷൻ, അതായത് ഇപ്പോഴെവിടെയാണോ, ടു എ പൊസിഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ ഡിഫൈൻഡ് ബൈ ദ വേരിയബിൾ നെയിം P1. സോ P1 നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ്, അതിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടാണ് മൂവ് P1. ഇപ്പോൾ P1 പോയിന്റ്, P2 പോയിന്റ്, അങ്ങനെ നമുക്ക് പല പോയിന്റ് ഡിഫൈൻ ചെയ്യാം. ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് എക്സാമ്പിൾ നോക്കുക, നമുക്ക് ഡിഫൈൻ ചെയ്യാം ഒരു പാത്ത്. സോ ഹിയർ വി ഹാവ് ഡിഫൈൻഡ് എ പാത്ത് 1. പാത്ത് 1നകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്ത പോയിന്റ്സ് ആണ് P1, P2, P3, P4 ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുക. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു പാത്ത് ഡിഫൈൻ ചെയ്തു, P1, P2, P3. മൂവ് പാത്ത് 1 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഓരോ പോയിന്റിൽ 1 by 1 അത് പോവും. ഇപ്പോൾ പാത്ത് ഡിഫൈൻ ചെയ്ത മാതിരി നമുക്ക് ഫ്രെയിം ഡിഫൈൻ ചെയ്യാം. ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഫ്രെയിം ഡിഫൈൻ ചെയ്താൽ നമുക്കത് കഴിഞ്ഞിട്ട് പോയിന്റ്സും ബാക്കിയുള്ള മൂവ്മെൻറ്റും എല്ലാം ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പം വേണമെങ്കിൽ നമുക്ക് ഫ്രെയിം ഡിഫൈൻ ചെയ്യാൻ പറ്റും. നൗ മൂവിന് പകരം മൂവ് എസ് ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ, ദാറ്റ് മീൻസ് ഇഫ് യു റൈറ്റ് മൂവ് എസ് P1, that S stands for straight line. So what it makes is, it causes the robot to move by straight line interpolation to the point P1. Interpolation means ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലോട്ട് സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്യുക, അതാണ് സ്ട്രേറ്റ് ലൈൻ ഇന്റർപോലേഷൻ. സോ മൂവ് ബൈ സ്ട്രേറ്റ് ലൈൻ ഇന്റർപോലേഷൻ ടു ദ പോയിന്റ് P1. The suffix S basically designates the straight line motion. What is demove? Demove is for delta move. D basically stands for delta. അതായത് ചെറിയൊരു മൂവ്മെൻറ്റ് നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് D4,125. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഫോർത്ത് ജോയിൻറ്റിനെ 125 ഇൻക്രിമെൻ്റൽ വാല്യൂ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഇൻക്രിമെൻ്റൽ വാല്യൂ എത്രയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും നേരത്തെ. അപ്പോൾ ഡി കാരണം നമുക്ക് ബേസിക്കലി അങ്ങനെ ഒരു ചെറിയൊരു ഡെൽറ്റ മൂവ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ the statement represents delta, and an incremental move is where the endpoint or end effector is defined related to the current position of the manipulator rather than the absolute coordinate system. For instance, the statement D so and so. But D for 125 എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് it is just defining the delta movement that has to be made for the fourth joint വിത്ത് റെസ്പെക്ട് ടു ഈ 125 എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങണം, ഇപ്പോൾ അതിൻ്റെ കറണ്ട് പൊസിഷൻ എവിടെയാണോ അതിൽ നിന്ന് തുടങ്ങും. നെക്സ്റ്റ് വി ആർ ഹാവിങ് അപ്രോ ഫോർ അപ്രോച്ച്. അപ്രോച്ചിൻ്റെ ഷോർട്ട് ഫോമാണ് അപ്രോ. അപ്രോ എന്ന് പറഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് അറിയാം ഒരു വിസിനിറ്റിയിൽ ഒരു ചെറിയൊരു പാർട്ടുണ്ട്, നമുക്കത് എടുക്കണം. ഇപ്പോൾ എൻ്റെ എഫക്റ്ററിൽ ഒരു ഗ്രിപ്പറാണ് കണക്ട് ചെയ്തിരിക്കുന്ന, ഗ്രിപ്പറിനെ ആ സാധനത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. ഇപ്പോൾ സാധനത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഇമേജ് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അതിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം ഇപ്പുറം എല്ലാം സാധനങ്ങൾ ഇരിക്കുന്നുണ്ടോ, അവിടെ എത്തിയതിന് ശേഷം വേണം പിന്നെ അത് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്രോച്ച് കമാൻഡ് എഴുതി കഴിയുമ്പോൾ, അപ്രോ എന്ന് പറഞ്ഞ് എഴുതി കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ റീച്ച് നിയർ ദാറ്റ് പോയിന്റ്. എക്സാക്ട്ലി ആ പോയിന്റിൻ്റെ അവിടെ എത്തത്തില്ല, അതിൻ്റെ അടുത്തായിട്ട് എത്തും. സോ അപ്രോച്ച് കമാൻഡ് മൂവ്സ് ദ ഗ്രിപ്പർ ഫ്രം ഇറ്റ്സ് കറൻറ്റ് പൊസിഷൻ to within a certain distance and അടുത്ത് of the pickup point by joint interpolation. It is useful for avoiding obstacles as such as parts in a tote pan. Tote pan എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പാർട്സ് ഒക്കെ ഇട്ട് വെക്കുന്ന ബോക്സാണ്, അതിനാണ് ടോട്ടെ പാൻ എന്ന് പറയുന്നത്. അപ്പം
ടോപ്പ് 10. അപ്പോഴത്തേക്ക് നമ്മളതിനെ ആ കുറേ ഒബ്സ്റ്റിക്കിൾസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോച്ച് കമാൻഡ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തെത്തും. പിന്നെ നമുക്ക് നോക്കി അതിനകത്ത് റോബോട്ടിനെ പിന്നെ നോക്കി അതിനകത്തുനിന്ന് എടുത്താൽ മതി. അപ്പോൾ അതാണ് അപ്രോച്ച്. അതേപോലെ ഡിപ്പാർട്ട് ഉണ്ട്. ഡിപ്പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാറണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡിപ്പാർട്ട് യൂസ് ചെയ്യുന്നത്. ഡിപ്പാർട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും പോയി നിന്നതിന് ശേഷം പിന്നെ അവിടുന്ന് അടുത്ത മൂവ് കമാൻഡ് കിട്ടി നമുക്ക് പോകാം. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ബേസിക്കലി മൂവ്സ് ദ gripper away from the point after the pickup is made. For example, so you are having here appro P140. So appro P140 means P1 എന്നുള്ള പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുക, അതിൽ നിന്നൊരു 40 മില്ലിമീറ്റേഴ്സിൻ്റെ അടുത്ത് നിൽക്കുക. സോ അതിൻ്റെ അടുത്ത് പോയിട്ട് അത്രയും 40 മില്ലിമീറ്റേഴ്സിൻ്റെ അടുത്ത് അവിടെ പോയിട്ട് നിൽക്കും. P1 എക്സാക്ട്ലി എത്തോ ഇല്ല, P1ൻ്റെ അടുത്ത് ഒരു 40 മില്ലിമീറ്റർ അതിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കും. പിന്നെ നെക്സ്റ്റ് ഇസ് മൂവ് P1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടെയാണോ വന്ന് നിന്നത് അവിടുന്ന് P1ലേക്ക് മൂവ് ചെയ്യുക. നെക്സ്റ്റ് സിഗ്നൽ കൊടുക്കുമ്പോഴത്തേക്ക് സിഗ്നൽ ബേസിക്കലി കൊടുക്കുന്നത് ഗ്രിപ്പർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം P1 എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവിടെ പിക്ക് ചെയ്യാനുള്ള സാധനം ഗ്രിപ്പറിൻ്റെ തൊട്ട് മുമ്പിലുണ്ടാവും. സിഗ്നൽ കൊടുക്കുമ്പോഴത്തേക്ക് ഗ്രിപ്പർ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ആ സാധനത്തിനെ പിടിക്കും. നെക്സ്റ്റ് ഡിപ്പാർട്ട് 40 എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുന്ന് നേരെ 40 മില്ലിമീറ്റർ അവിടുന്ന് മാറുക. പിന്നെ അവിടുന്ന് അടുത്ത പോയിന്റിലേക്ക് എങ്ങോട്ടാണോ പോകുന്നത് അങ്ങനെ. നെക്സ്റ്റ് ഈസ് സ്പീഡ്. സോ സ്പീഡ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ എൻഡ് എഫക്ടറുടെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡാണ്. സോ ദ സ്പീഡ് കമാൻഡ് ഈസ് യൂസ് ടു കൺട്രോൾ റോബോട്ട് സ്പീഡ് ബൈ ഡിഫൈനിങ് ഐദർ എ relative velocity or absolute velocity. There are two ways to basically define it. One is you write like speed 70. അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ ആദ്യം ഇത് മൊത്തവും റോബോട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പീഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ആ സ്പീഡിൻ്റെ എത്ര ശതമാനം വേണമെന്നുള്ളത്. അപ്പോൾ സ്പീഡ് 70 എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്ത ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണോ ആ വെലോസിറ്റിയുടെ 70%. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യണം ആദ്യം സ്പീഡ് എത്രയാണ്, ആ സ്പീഡിൻ്റെ 70%ലേക്ക് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ സ്പീഡ് 70 എഴുതുന്നത്. പക്ഷെ അതല്ല, നമുക്ക് എക്സാക്ട്ലി അതിൻ്റെ സ്പീഡായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഹിയർ രണ്ടാമത്തേതിൽ പറഞ്ഞിട്ടുണ്ട് സ്പീഡ് 10 MMPS. MMPS സ്റ്റാൻഡ്സ് ഫോർ മില്ലിമീറ്റർ പെർ സെക്കൻഡ്. സോ 10 മില്ലിമീറ്റർ പെർ സെക്കൻഡിൻ്റെ സ്പീഡിൽ, അതായത് 1 സെൻറ്റിമീറ്ററിൻ്റെ സ്പീഡിൽ അത് മൂവ് ചെയ്യണമെന്നുള്ളതാണ് സ്പീഡ് 10 MMPS എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഡ്രൈവ്. ഡ്രൈവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു സിംഗിൾ ജോയിൻറ്റിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു കമാൻഡാണ്. അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് ഡിഫൈൻ ചെയ്യാനില്ല, പക്ഷേ നമുക്കറിയാം നമ്മുടെ ഏതെങ്കിലും ഒരു ജോയിൻറ്റ് ഞാനിതിനെ ഇത്രയും മൂവ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇത് പുറത്തേക്ക് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഡ്രൈവ് കമാൻഡ്. സോ ഡ്രൈവ് 3,65,30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ജോയിൻറ്റിനെ 65 ഡിഗ്രിയിൽ മൂവ് ചെയ്യുക. At what speed? 30% of the monitor speed. Monitor speed means നമ്മൾ ഇനീഷ്യലി ഡിഫൈൻ ചെയ്ത സ്പീഡ്. അപ്പോൾ അതിനാണ് ഡ്രൈവ്. അപ്പോൾ ഇതിൽ പോയിന്റ് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ജോയിൻറ്റിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് നീങ്ങാം. അനദർ കമാൻഡ് ഇസ് അലൈൻ. അലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൂൾ, ഇപ്പോൾ സപ്പോസ് ഒരു നമ്മുടെ സ്പ്രേ പെയിൻറ്റിൻ്റെ നോസലാണ്, ആ നോസലിനെ നമുക്ക് Z ആക്സിസിൽ അലൈൻ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ്. Z ആക്സിസ് മാത്രമല്ല ഏതൊരു ആക്സിസിലും. ഓക്കെ, ദിസ് കമാൻഡ് ഇസ് യൂസ് ടു അലൈൻ ദ ടൂൾ ഓർ എൻഡ് എഫക്ടർ ഫോർ സബ്സിക്വൻറ്റ് മൂവ്സ് സച്ച് ദാറ്റ് ഇറ്റ്സ് Z ആക്സിസ് ഇസ് അലൈൻ പാരലൽ ടു ദ നിയറസ്റ്റ് ആക്സിസ് ഓഫ് ദ വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം. വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം മീൻസ് ബേസിക്കലി അതിൻ്റെ മെയിൻ റെഫറൻസ് ഫ്രെയിമിനെയാണ് പറയുന്നത്. അപ്പോൾ റെഫറൻസ് ഫ്രെയിമിൻ്റെ Z ആക്സിസിൻ്റെ പാരലായിട്ട് നമുക്ക് നമ്മുടെ നോസൽ, പെയിൻറ്റിൻ്റെ നോസൽ നമുക്ക് അലൈൻ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അലൈൻ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നു. അതേപോലെ ഡു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഡു കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡു നമുക്ക് സബ് റൂട്ടീൻസിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. സോ ഡൂവിൻ്റെ മുമ്പിൽ എഴുതിയിരിക്കുന്ന കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഡു അലൈൻ. സോ വാട്ട് ഇറ്റ് വിൽ ഡു, ഇറ്റ് വിൽ സ്ട്രേറ്റ് അവേ അലൈൻ. Do move P1. So like that. So these are the commands, val commands for motion.